നമ്മളെല്ലാവർക്കും വാഹനം ഓടിക്കാൻ അറിയുന്നവരൊക്കെ ഉണ്ടാകും അല്ലേ? വാഹനം ഓടിച്ചിട്ടില്ലെങ്കിലും സുഹൃത്തുക്കളുടെ കൂടെയൊക്കെ വാഹനത്തിൽ കയറിയിരുന്ന് പോയിട്ടെങ്കിലും ഉണ്ടാകും. പക്ഷേ ഈ വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പണി കിട്ടും. റോഡിൽ മാത്രമല്ല, വളയം പിടിക്കുമ്പോഴെല്ലാം അതീവ ശ്രദ്ധ തന്നെ വേണം. ഇല്ലെങ്കിൽ അപകടത്തിലേക്കാവും നമ്മൾ വീഴുക. പൂനെയിൽ നിന്നുള്ള ഒരു ദൃശ്യം കാണാം. അപ്പോൾ ദൃശ്യങ്ങൾ കണ്ടല്ലോ, ഇതാണ് വളയം പിടിക്കുമ്പോൾ നല്ല ശ്രദ്ധ വേണം എന്ന് തുടക്കത്തിലേ പറയാനുള്ള കാരണം. ആതിര പുതുവയിൽ ചേരുന്നുണ്ട്. ആതിര, വളരെ പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. ആ വാഹനത്തിന് പിറകിലും ഫ്രണ്ടിലൊക്കെ ആളിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ അതിലുണ്ടായിരുന്നവരുടെ ഒരു അവസ്ഥ? ഇതെങ്ങനെയാണ് ഈ ഒരു വലിയ അപകടം സംഭവിച്ചത്? ഇത്ര ഓടിക്കാൻ അറിയുമായിരുന്നില്ല ഡ്രൈവർക്ക്? നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് തന്നെ ഇത് കാണുമ്പോൾ ഒരു ഭയം തോന്നുന്നുണ്ട്. അപ്പം അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന അങ്ങനത്തെ ഉള്ള ആൾക്കാരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഇത് പൂനെയിലെ വിമാൻ നഗറിലെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ നടന്ന CCTV ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടത്. ഇതിൽ ഡ്രൈവർ ഈ വാഹനം മുന്നോട്ടെടുത്തപ്പോൾ എന്തോ ഒരു അശ്രദ്ധ കാരണം റിവേഴ്സ് ഗിയറാണ് വീണത്. അപ്പോൾ തന്നെ വാഹനം പിന്നോട്ട് വരികയായിരുന്നു ഉണ്ടായത്. പെട്ടെന്ന് തന്നെ മതിൽ പൊളിഞ്ഞ് ഈ കാറ് താഴേക്ക് വീണു. എന്തോ ഭാഗ്യം കൊണ്ട് ആ കാറിൽ ഇരുന്ന ആൾക്കും താഴെ നിന്ന ആൾക്കാർക്കും ഒരു അപകടവും സംഭവിച്ചില്ല. നമ്മൾ ആ വീഡിയോയിൽ കണ്ടതാണ്. താഴെ ഒരു കാറ് പാർക്ക് ചെയ്യാനും വരുന്നുണ്ട്, അതിന് തൊട്ടപ്പുറത്ത് ഒരാൾ നിൽപ്പുണ്ട്. അവരുടെ എന്തോ ഭാഗ്യം കൊണ്ടാണെന്ന് തോന്നുന്നു, വേറൊരു അപകടവും സംഭവിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത്, ഒരു ചെറിയ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നുണ്ടെങ്കിലും എപ്പോഴും നല്ല ശ്രദ്ധയോടെ തന്നെ കൈകാര്യം ചെയ്യുക. വളയം എപ്പോഴും ശ്രദ്ധയോടെ തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. അശ്രദ്ധ കാരണം ഒരു അപകടം. അതിന് പറഞ്ഞ ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കുകയാണ്, വാഹനത്തിന് പുറകോട്ടെടുത്തപ്പോൾ വാഹനത്തിലുള്ളവർക്കൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ അത് പിന്നിലേക്ക് വന്ന് പതിച്ചപ്പോൾ താഴെ ആരെങ്കിലും നിൽക്കുന്നുണ്ടായിരുന്നെങ്കിൽ അത് വലിയൊരു അപകടത്തിനിടയാക്കിയേനെ. അപ്പോഴെന്തായാലും ആർക്കും പരിക്കൊന്നുമില്ല എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ വാഹനം ശരിക്കും കൈകാര്യം ചെയ്യാൻ അറിയില്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവൻ കൂടി പണയപ്പെടുത്താതെ ആ ഒരു സാഹസത്തിന് മുതിരാതിരിക്കുക എന്നുള്ളതാണ്.